എന്താണ് ഡിജിറ്റൽ അസറ്റ്സ്? നമ്മളിപ്പോൾ ജിമെയിലും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം തന്നെയാണ് ഡിജിറ്റൽ ആസ്തികളും. നിങ്ങളുടെ സ്വർണവും ഭൂമിയും പോലെ തന്നെ നിങ്ങളുടെ ഡിജിറ്റൽ വാലറ്റും നിങ്ങളുടെ ഒരു ഏറ്റവും വിലപിടിച്ച അസറ്റായി മാറുന്ന കാലം അധികം വിദൂരമല്ല. ഇത് വെറും ഒരു നിക്ഷേപമൊന്നുമല്ല, മറിച്ച് മാറുന്ന ലോകത്തിന് ഒപ്പം സഞ്ചരിക്കാനുള്ള മാറാനുള്ള ഒരു അവസരമാണ്. ഡിജിറ്റൽ അസറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പലരും ഭയപ്പെടുന്നു. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് വഴി ഇതിന് ഏറ്റവും ഉയർന്ന സുരക്ഷ തന്നെ ഉറപ്പാക്കാൻ കഴിയും. ഡിജിറ്റൽ ലെഗസി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടും ബാലൻസും എല്ലാം അവരുടെ കുടുംബത്തിന് ലഭിക്കാറുണ്ട്. എന്നാൽ ഒരാളുടെ ഡിജിറ്റൽ അസറ്റ്സ്, ക്രിപ്റ്റോ, ഓൺലൈൻ അക്കൗണ്ട്സ്, ഡിജിറ്റൽ അസറ്റ്സ് ഇതൊക്കെ എങ്ങനെ അടുത്തൊരു തലമുറയ്ക്ക് കൈമാറും? ഇതിനാണ് ഡിജിറ്റൽ ലെഗസി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കൃത്യമായ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് എന്നേക്കുമായി നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത്. മനസ്സിലാക്കുക, നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ ക്യാഷ് പോലെ തന്നെ, കറൻസി പോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ ലോകത്ത് കൈകാര്യം ചെയ്ത് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡിജിറ്റൽ കറൻസികൾ അഥവാ ഡിജിറ്റൽ അസറ്റുകൾ. ആധാരം ഡിജിറ്റലാക്കാറുണ്ട്, ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാറുണ്ട്. ഭാവിയിൽ കടലാസ് രേഖകളെക്കായും സുരക്ഷിതമായി ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയിലൂടെ ഇവയെല്ലാം വളരെ വളരെ സുരക്ഷിതമായി വയ്ക്കുവാൻ കഴിയും. നമുക്ക് തൊട്ടു നോക്കുവാൻ കഴിയാത്ത എന്നാൽ ഇൻ്റർനെറ്റിൽ നല്ല മൂല്യമുള്ള ആസ്തികളെയാണ് ഡിജിറ്റൽ അസറ്റുകൾ അഥവാ ആസ്തികൾ എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസികൾ, ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത നിക്ഷേപങ്ങൾ, ഡിജിറ്റൽ ഗോൾഡ് എന്നിവ ഇതിൽപ്പെടുന്നു. പഴയ നിക്ഷേപ രീതികൾക്കൊപ്പം തന്നെ ആധുനികമായ ഇത്തരം മാറ്റങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കുന്നതിനും കൂടുതൽ സാമ്പത്തിക അറിവുകൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിനും നിങ്ങൾ ഫോളോ ചെയ്യൂ 077.